സംഘാടകരെ പോലും ഞെട്ടിച്ചുകൊണ്ട് മലപ്പുറത്ത് നടന്ന കുംഭമേളയിൽ ലക്ഷങ്ങൾ പങ്കെടുത്തു. ഇനി 2028 ഇതിനേക്കാൾ ഇരട്ടിയിലധികം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു കുംഭമേള മഹാമേള നടത്തുമെന്ന് സംഘാടകർ പറയുകയാണ്. മാധ്യമങ്ങൾ പോലും അവഗണിച്ചു. പ്രമുഖരായ എല്ലാ പത്രങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സാംസ്കാരിക നായകർ ഉൾപ്പെടെ അപമാനിച്ചിട്ടും പരിഗണിക്കാതിരുന്നിട്ടും പുച്ഛിച്ചിട്ടും എന്തുകൊണ്ട് ഈ മഹാമകം ഒരു വിജയമായി മാറി? അത് 100% ശ്രീജിത്ത് പറഞ്ഞ കറക്റ്റാണ്. എല്ലാ മേഖലകളിൽ നിന്നും അവഹേളന മാത്രമായിരുന്നു ഈ മഹാമഹത്തിന് തിരുനാവായിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ആദ്യ ദിവസം പോകുന്ന സമയത്ത് തന്നെ ഓട്ടോറിക്ഷയിൽ പോയി ചെന്നിറങ്ങിയപ്പോൾ പല സ്ഥലങ്ങളിലുമുള്ള നമ്മളെ കാണുമ്പോഴുള്ള പുച്ഛവും അവരുടെ എല്ലാം ആ പെരുമാറ്റം, ബോഡി ലാംഗ്വേജ് നമുക്ക് കാണുമ്പോൾ അറിയാൻ കഴിയും. പക്ഷേ ഓട്ടോറിക്ഷ സഹോദരൻ നല്ല അനുകൂലമുള്ള സംസാരമായിരുന്നു. ഇത് തികച്ചും അവസാന ദിവസം 19 രാപ്പകലുകൾ നേർന്ന ഹോമങ്ങളും പൂജകളും ക്രിയകളും മന്ത്രങ്ങളും നിള ആരതിയും ലക്ഷദീപത്തോടുകൂടി സമാപിച്ചത് ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷം മലപ്പുറത്ത് പ്രത്യേകിച്ച് തിരുനാവായിലും സൃഷ്ടിക്കുവാൻ കഴിയും. ജനം പ്രതീക്ഷിച്ചതിൽ നിന്ന് അപ്പുറത്തേക്ക് വന്നു. സംഘാടകർ ജനം വരുമെന്ന് പ്രതീക്ഷിച്ചു. ആദ്യത്തെ 1-2 ദിവസം കുറവുണ്ടാകും. പിന്നെ മാധ്യമങ്ങൾ വഴി ജനം ഒഴുകിയെത്തുമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. സംഘാടകർക്ക് യാതൊരു ആശങ്കയും ഉണ്ടായിരുന്നില്ല. ജനം വരില്ല എന്നുള്ളതൊന്നും സംഘാടകർക്കില്ല. പക്ഷേ ദൃശ്യമാധ്യമ രംഗത്ത്, പത്രമാധ്യമ രംഗത്ത് ഇത്തരത്തിലുള്ളൊരു ചതിവ് അവർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. അവിടുത്തെ ത്രിമൂർത്തികൾക്ക് ശക്തിയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അവിടെ ജനം ഒഴുകിയെത്തിയത്. മാധ്യമ സിൻഡിക്കേറ്റിനപ്പുറം, പത്ര പ്രവർത്തകർക്കപ്പുറം, ഇവിടുത്തെ ഇടതുപക്ഷ ഫെമിനിസ്റ്റുകൾക്കപ്പുറം, മലപ്പുറത്തുള്ള ചില ജിഹാദികൾക്കപ്പുറം ജനം ഒഴുകി. 23 ലക്ഷത്തിൽ പരം ജനം ലാസ്റ്റ് ദിവസത്തെ നിള ആരതിയും ലക്ഷദീപം തൊഴുവാൻ, സ്നാനം ചെയ്യുവാൻ, മുങ്ങുവാൻ എത്തിയെന്ന് ടൈംസ് പോലുള്ള പത്രങ്ങൾ, ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള പത്രങ്ങൾ, എന്തിനേറെ പറയുന്നു ഇടതുപക്ഷ ചായ്വിലുള്ള ഹിന്ദു പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മലയാളത്തിലെ പത്രങ്ങളെന്ന് പറയുന്ന ഒറ്റ പത്രങ്ങൾ ഒരു ശകല പേജിൽ ഒരു മരണകാളം പോലും കൊടുക്കുവാൻ തയ്യാറാകാത്ത പത്രങ്ങളും കേരളത്തിലുണ്ട്. അപ്പോൾ കേരളം ഇപ്പോഴും ഒരു ഹിന്ദു നവോത്ഥാന നാഗരികത വരരുതെന്ന് ആഗ്രഹിക്കുന്ന മാധ്യമ സിൻഡിക്കേറ്റുകൾ ഇന്ന് കേരളത്തിലുണ്ടെന്നുള്ളതിന് തെളിവാണിത്. അതുകൊണ്ടാണ് പത്രപ്രവർത്തകർ പിന്നിലെ രഹസ്യം എന്താണ്? ഒരു പത്രപരസ്യമില്ല, വലിയ പത്രങ്ങളുടെ ഒരു കടന്നുകയറ്റമില്ല, അവർ വലിയ രീതിയിൽ വാർത്ത നൽകിയില്ല, സാംസ്കാരിക നായകർ പിന്തുണച്ചില്ല, അവർ അങ്ങോട്ടെത്തിയില്ല. ഇവിടെ ഏതെങ്കിലും ചെറിയ പരിപാടി ഉണ്ടെങ്കിൽ സാംസ്കാരിക നായകർ സംഘടിച്ചെത്തി ഇത് മതേതരത്വത്തിൻ്റെ വിജയമാണ്, ഇത് ഇന്ത്യയുടെ വിജയമാണ്, കേരളത്തിൻ്റെ വിജയമാണെന്ന് അവർ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു, മൈക്ക് കെട്ടി പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ഒരു പ്രചരണം പോലും ഇല്ലാതെ എങ്ങനെ ഇത്രയും അധികം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ആ ഭാരതപ്പുഴയുടെ ആ നിളയുടെ തീരത്തെത്തി? അത് ശ്രീജിത്ത് പറഞ്ഞ കറക്റ്റാ. ഒരു പോസ്റ്റ് പോലും അടിച്ച് സംഘാടകർ പ്രചരണം നടത്തിയിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അവിടുത്തെ ത്രിമൂർത്തികളുടെ സംഗമമാണ്. ലക്ഷങ്ങളോളം പൂർവികർ മുകളിലിരുന്ന് കാണുന്നു. ഇത് ഫെമിനിസ്റ്റുകളും യുക്തിവാദികളും വൈരുദ്ധ്യാത്മിക ഭൗതികവാദികളായ കമ്മ്യൂണിസ്റ്റുകാർ അന്ധവിശ്വാസം എന്ന് പറയും. അന്ധവിശ്വാസമല്ല, വിശ്വാസമാണ്. ഹിന്ദുക്കളുടെ ആ ഒരു സങ്കല്പമാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. ഇത്രയും ആത്മാവ് പൂർവികർ മുകളിൽ നിന്ന് കാണുകയാണ്. അവരുടെ ശക്തിയാണ്. അവരുടെ മനസ്സുകളിൽ എനിക്കൊന്ന് നിളയിൽ പോകണം, എനിക്കൊന്ന് നിളയിൽ പോകണമെന്ന് പറഞ്ഞ് അവരുടെ മനസ്സിനകത്തൊരു ധൈര്യം കൊടുത്ത് ഓരോ ഹിന്ദുവിനെയും ഇറക്കി വിട്ടത് ആ ബലിക്കടവിൽ ബലികൾ അർപ്പിച്ച പുണ്യാത്മാക്കൾ മുകളിൽ നിന്ന് അനുഗ്രഹിച്ചതും ത്രിമൂർത്തികളായ ഹരഹര മഹാദേവനും മഹാവിഷ്ണുവും ബ്രഹ്മഭഗവാനും ചേർന്നുള്ള ആ ഒരു സമ്മർദ്ദമാണ് 23-24 ലക്ഷത്തിൽ പരം വരുന്ന ആൾക്കാർ നിളയിൽ വന്ന് സ്നാനം നടത്തുവാനും ആ നിള ആരതി ഒഴിയുവാനും പൂജയിൽ പങ്കെടുക്കുവാനും എത്തിച്ചത്. പുണ്യാത്മാക്കൾ, അവർക്കാണ് നന്ദി പറയേണ്ടത്. നമുക്കറിയാം, ഒരു സമ്മേളനം വിജയിക്കണമെങ്കിൽ നിരവധി പ്രചരണം, നിരവധി ഘോഷയാത്ര, നിരവധി ബൈറ്റുകൾ, നിരവധി ഈവൻറ്റുകളെല്ലാം കൊടുത്താൽ മാത്രമേ
പുത്തരിക്കണ്ടത്തോ മറ്റുള്ള കൺവെൻഷനുകളിലോ ആൾക്കാരെത്തുകയുള്ളൂ. ഇത് ഒരു പബ്ലിസിറ്റിയുമില്ല. അതാണ് ഇംഗ്ലീഷ് പത്രങ്ങളും ഉത്തരേന്ത്യൻ ചാനലുകളും പറയും. ഹിന്ദി ചാനലുകൾ കൊടുത്തൊരു പരിഗണന പോലും കേരളത്തിലെ മീഡിയ ചാനലുകൾ കൊടുത്തില്ലെന്നുള്ളത് ഒരു വളരെ ലജ്ജിപ്പിക്കുന്നൊരു വിരോധാഭാസമാണ്. എന്ത് അവഗണനയാണ് ഈ ചാനലുകൾ ഹിന്ദുക്കളോട് ചെയ്യുന്നത്? ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം GST കൊടുക്കുന്ന ഒരു വിഭാഗത്തെ അവഹേളിക്കുവാൻ ഇവിടുത്തെ ചില സിൻഡിക്കേറ്റുകൾ ശ്രമിക്കുമ്പോൾ, പത്രമാധ്യമങ്ങൾ ശ്രമിക്കുമ്പോൾ, മുകളിലിരുന്ന് സർവശക്തന്മാരായ പിതൃക്കളും ഈശ്വരന്മാരും അവർ അന്ധവിശ്വാസമെന്നോ എന്ത് വേണോ അതിന് പേരിട്ടുകൊണ്ട് പറയട്ടെ, പക്ഷേ ആ ഒരു ശക്തി, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രപഞ്ച ശക്തി നിളയിലുണ്ടായിരുന്നു. അത് ചെയ്യുന്ന തെറ്റെന്താണ്? നിളയെ ആരാധിക്കുന്ന, നമുക്ക് കുടിക്കുവാൻ വെള്ളം തരുന്ന ഭൂമി മാതാവിൻ്റെ നെറുകയിൽ ഒഴുകുന്ന നിളയെ ഒന്ന് സന്ധ്യാവന്ദനം ചെയ്യുന്നത് എന്ത് വർഗീയമാണ് എന്ന് ഈ രാഷ്ട്രീയ കോമരങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു അതിശയോക്തി. ഇന്നും എവരാണ് കേരളം 12ാം നൂറ്റാണ്ടിലേക്ക് ജീവിക്കുന്നത്? ഒരു പരിവർത്തനമില്ലാതെ ജീവിക്കുന്നത് കേരളത്തിലെ ഇത്തരത്തിലുള്ള ഫെമിനിസ്റ്റുകളാണ്. ആക്ഷേപിച്ചതല്ല, പല സാഹിത്യകാരന്മാർ ഇതിനെ ആക്ഷേപിച്ചു. പുരോഗമന കലാസംഘ പൂക്ക എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലെ ചിലർ ഇതിനെതിരെ എഴുതി. ഇപ്പോഴും കേരളം നൂറ്റാണ്ടുകൾക്കപ്പുറം ചിന്തിക്കുന്നു. പക്ഷേ കണ്ണു തുറന്നു ഇവിടുത്തെ പത്രക്കാർ. അവസാനം രക്ഷയില്ലാതെ മാതൃഭൂമിയുടെയും മനോരമയുടെയും 24ൻ്റെയും ആൾക്കാർ അവിടെ എത്തേണ്ടി വന്നു. അതും ചാനലുകളുടെ പൂർവികർ അവരെ അവിടെ എത്തിപ്പിച്ചു. അതാണ് ഇവിടെ ഒരു സത്യം. എന്നും ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഇവിടെ ഒരു സത്യമുണ്ട്. ആ സത്യം ചിലപ്പോൾ നമ്മൾ പരമേശ്വരനായിട്ടും മഹാവിഷ്ണുവായിട്ടും പത്മനാഭനായിട്ടും ആറ്റുകാൽ അമ്മയായിട്ടും ഒക്കെ ആരാധിക്കുന്നു. ആ പ്രപഞ്ച ശക്തിയെ തടുക്കുവാൻ ഒരു ഫെമിനിസ്റ്റിനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും വരികയില്ല. അതാണ് SFIക്കാരനായിരുന്ന അതാണ് ആനന്ദവനം ഭാരതി. അദ്ദേഹം തൃശ്ശൂർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് SFIയുടെ തീപ്പൊരു പ്രാസംഗികനാണ്. സഖാവിൽ നിന്ന് ആധ്യാത്മികതയിലേക്ക് വന്ന മഹാനായ ഒരു ആളാണ്. പ്രവർത്തനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പഴയ പത്രപ്രവർത്തകനാണ്. പത്രധർമ്മം അദ്ദേഹത്തിന് അറിയാം. അതിനുശേഷം ഉത്തരേന്ത്യയിൽ പോയി ഭസ്മധാരിയാവുകയും നാഗാ സന്യാസിമാരിൽ നിന്ന് അഗാഢ സന്യാസം സ്വീകരിക്കുകയും, അദ്ദേഹത്തിന് പത്രത്തിൻ്റെ കാര്യം അറിയാം, SFIയുടെ സഖാക്കളുടെ കാര്യങ്ങളറിയാം. ലാസ്റ്റിൽ അദ്ദേഹം ഭാരതം ആധ്യാത്മികതയ്ക്കുള്ള ഒരു രാജ്യമായതുകൊണ്ട് ആ പ്രയാഗിലുള്ള സന്യാസിമാരുടെ കൂടി നല്ലൊരു സ്വാമിയായി ദക്ഷിണേന്ത്യയിൽ അറിയപ്പെടുന്ന, നമ്മുടെ ദക്ഷിണേന്ത്യയുടെ തമിഴ്നാട്, കേരളം, ആന്ധ്ര, കർണാടകം പോലുള്ളവരെ നിയന്ത്രിച്ചിരുന്നത് മഹാപ്രയാഗിൽ നടന്ന ആ 230 കോടി ജനത പങ്കെടുത്ത മഹാകുംഭമേളയുടെ സൗത്ത് ഇന്ത്യയുടെ ഹിന്ദുക്കളെ നിയന്ത്രിച്ചിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട ആനന്ദവനം ഭാരതി സ്വാമിയാർ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്വാമി, ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഈ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്ത ആചാര്യൻ. അതുപരി അദ്ദേഹം ഈ ജനസംഖ്യ, ഈ ആൾക്കൂട്ടം വീണ്ടും ആവർത്തിക്കും, അതിന് ഇരട്ടിയാകും, 2028 ഇതിൽ വലിയ ഒരു ഇരട്ടിക്കുമെന്ന ഈ ആത്മവിശ്വാസം എവിടെ നിന്ന് വരുന്നു? അത് നമുക്ക് നമ്മുടെ ആ ശക്തിയാണ്, പൂർവികർ തരുന്ന ശക്തി. ഇപ്പോൾ കർക്കിടക വാവിന് തിരുവനന്തപുരം ബലിക്കടവിൽ പോയി നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ പിതൃക്കൾക്കോ നമ്മൾ ബലികർമ്മം ചെയ്യുന്നു. അതിൻ്റെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നമുക്ക് ഈശ്വരകർമ്മത്തിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മുടെ അരിയും തന്ന് ആഹാരവും തന്ന് വളർത്തി വലുതാക്കിയ ആളിനെ ആ നാള്, മരിച്ച നാൾ വരുമ്പോൾ പോയി തിരുവല്ലത്ത് ബലിയിടുമ്പോൾ പിതൃക്കളെന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട് മുകളിൽ. അത് ഈശ്വരീയതയായിരിക്കാം. അവർ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ പോകുന്ന വഴികൾക്കെല്ലാം നമുക്ക് തുറന്നു തരും, നമുക്ക് ഐശ്വര്യം തരും. അത് ഹിന്ദുവിൻ്റെ ഒരു ആചാര അനുഷ്ഠാന സങ്കല്പമാണ്. ആ സങ്കല്പമാണ് ആളുകളെ അവിടെ എത്തിക്കുവാൻ കഴിഞ്ഞത്. ഇനി സംഘാടകർക്ക് രാഷ്ട്രീയ സ്വയം സേവ, അത് ഇന്നത്തെ പത്രങ്ങൾ ഇപ്പം കഴിഞ്ഞതിനായിട്ട് സേവാഭാരതിയെ പ്രശംസിച്ച് ദേശീയ സേവാഭാരതി എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു കോർപ്പറേഷനോ ഒരു മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ ക്ലീൻ ചെയ്യാൻ വന്നിട്ടില്ല. ഓരോ സ്വയം സേവകർ, അതാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം പഠിപ്പിക്കുന്നത്. ദൈനംദിന കാര്യകർത്താക്കളെ വാർത്തെടുക്കുവാൻ ഇന്ത്യയുടെ പരമോന്നതമായ ആ കസേരയിൽ ജനാധിപത്യ ശ്രീകോവിലായ പാർലമെൻറ്റിൽ എത്തിയിരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഈ ഒരു സേവനം വരണമെങ്കിലും ഈ ഭാരതഭൂമിയെ
ലോകത്തിൻ്റെ മുമ്പിൽ അത്യുന്നതങ്ങൾ എത്തിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹം ഒരു സ്വയം സേവകൻ ആയതുകൊണ്ട് മാത്രമാണ്. അത് ഇവർ ആക്ഷേപിക്കുന്ന RSSൻ്റെ ദൈനംദിന ശാഖാ പ്രവർത്തനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രചോദനമാണ്. അത് ഈശ്വരീയമാണ്. അതുകൊണ്ടാണ് ക്ഷേത്ര നടകളിൽ RSS ശാഖകൾ എടുക്കുന്നത്. കുളിക്കുന്നു, ഭഗവാനെ തൊഴുന്നു, വരുന്നു, ഭഗവദ്ധ്വജത്തെ ഉയർത്തുന്നു, നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന് ആ ഗുരുവായ RSSനൊരു നേതാവില്ല. ഭഗവദ്ധ്വജമാകുന്ന ആ കാവ്യ പതാകയാണ് നമ്മുടെ ഗുരു. ആ ദേവീ സങ്കല്പമോ മഹാദേവൻ്റെ സങ്കല്പമോ വിഷ്ണുവിൻ്റെ സങ്കല്പമോ വെച്ച് നമ്മൾ പ്രതിജ്ഞയെടുക്കുന്നു. ഈ ഭാരത മാതാവിനെ, ഈ ഭാരതഭൂമിയെ നമ്മൾ സംരക്ഷിച്ചുകൊള്ളും, സേവിച്ചുകൊള്ളും. അതാണ് സേവാഭാരതി അവിടെ ചെയ്യുന്ന കൃത്യം. സേവാഭാരതിക്ക് എന്ത് ശമ്പളം കിട്ടിയിട്ട? സേവാഭാരതിക്ക് ഏത് ബോർഡിൽ മെമ്പറും ചെയർമാനും ആവാൻ ആ പണി അവിടെ ചെയ്യുന്നത്? ഈ രാഷ്ട്രത്തിൻ്റെയോടുള്ള കൂറ്, ഈ രാഷ്ട്രത്തിൻ്റെ കൂടിയുള്ള പ്രതിബദ്ധത, അതാണ് രാഷ്ട്രീയ സ്വയംസേവാ സംഘം പഠിപ്പിച്ചു വിടുന്ന കാര്യകർത്താക്കൾ. ആ കാര്യകർത്താക്കളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയും ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രപതിയും ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയും 18 സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാരും നിരവധി കേന്ദ്ര ക്യാബിനറ്റിലെ മന്ത്രിമാരുമെല്ലാം ഇത്തരത്തിലുള്ള ദൈനംദിന ശാഖ നമസ്തേ സദാ വത്സലെ. അവസാനം കണ്ടില്ലേ പാർലമെൻറ്റിനകത്ത് നമ്മുടെ മാസ്റ്റർ സദാനന്ദ മാസ്റ്റർ പറഞ്ഞ വരികൾ? അതാണ് മാതൃഭൂമിയെ സ്നേഹിക്കുന്നത്. അല്ലാതെ അത് ഹിന്ദു വർഗീയമല്ലെന്ന് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് KT തോമസ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏത് ബൈറ്റിലും ജസ്റ്റിസ് തോമസ് സാർ പറയുമല്ലോ, ഞാൻ 4 സംഘടന രീതിയിലുള്ളവരെയാണ് ഞാൻ സല്യൂട്ട് ചെയ്യുന്നത്. 1 ഇന്ത്യൻ ഭരണഘടനയെ ഞാൻ ബഹുമാനിക്കുന്നു, 3 ഇന്ത്യൻ ജവാന്മാരെ ബഹുമാനിക്കുന്നു, 4 ഇന്ത്യയുടെ ജനാധിപത്യത്തെ ബഹുമാനിക്കുന്നു, 5ാമത് ഞാൻ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്ന RSSനെ ഞാൻ ബിഗ് സല്യൂട്ട് ചെയ്യുന്നു എന്ന് ജസ്റ്റിസ് KT തോമസ് പറഞ്ഞത് നമ്മുടെ ആ ദൈനംദിന ശാഖ പ്രവർത്തന രീതികൾ കൊണ്ടാണ് ഭാരതം അത്യുന്നതങ്ങളിൽ. അവർ ലാസ്റ്റിൽ പ്രണാമിക്കുന്നു, പരം വേവമേതെന്നു വേദത്വ രാഷ്ട്രം. ഈ രാഷ്ട്രത്തെ ലോകത്തിൻ്റെ മുൻപിൽ എത്തിക്കുമെന്നാണ് രാഷ്ട്രീയ സ്വയംസേവാ സംഘം ലാസ്റ്റിൽ ഗുരുവിനോട് അർപ്പിക്കുന്നത്. എൻ്റെ ഒരൊറ്റ ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഈ ഭാരതത്തിൻ്റെ ലോക കീർത്തിയിലെത്തിക്കുമെന്ന് ഗുരുവിന് പ്രണാമം ചെയ്തുകൊണ്ട് ശാഖ അവസാനിപ്പിക്കുന്നു. ഈ ഒരു കൃത്യനിർവഹണമാണ് ദൈനംദിനമായിട്ട് 100 വർഷം ഭാരതത്തിൽ ചെയ്തുകൊണ്ടിരുന്ന് ഭാരതത്തിൻ്റെ മുഖ്യ സംസ്ഥാനങ്ങളിലും ഭാരതത്തിൻ്റെ ഭരണസിരാകേന്ദ്രമായ പാർലമെൻറ്റിലും ഇന്ന് സ്വയം സേവകർ ഒന്നാമതായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ നിസ്വാർത്ഥമായ സേവനമാണ്. അതുകൊണ്ടാണ് ഈ 12 വർഷവും ഇന്ത്യയിൽ ഒരു അഴിമതിയില്ലാത്ത ഭരണം കാഴ്ചവെക്കുവാൻ കഴിഞ്ഞത്. ഒരു അഴിമതി ഇവർക്ക് കാണിച്ചു തരുവാൻ പറ്റുമോ? സ്വയം സേവകർ ഭരിക്കുന്നത് കൊണ്ടാണ്. അതേസമയം രാഷ്ട്രീയക്കാർ അതല്ല, 10 തലമുറയ്ക്ക് സമ്പാദിക്കും, മക്കൾക്ക് വേണ്ടി സമ്പാദിക്കും. അപ്പം ആ രീതിയിലുള്ളൊരു പ്രവർത്തനം ഇന്ന് ഭാരതത്തിലെത്തി. ഭാരതത്തിൻ്റെ നെറുകയിൽ ചുങ്കം ചുമത്തിയ ട്രംപ് പോലും പിൻവലിച്ചുകൊണ്ട് ലോക പോലീസ് ഭാരതത്തിൻ്റെ കൂടെ എത്തിയിരിക്കുന്നു. അപ്പം ആ രീതിയിൽ ലോകരാജ്യത്തിൻ്റെ മുമ്പിൽ ഭാരതത്തെ ഋഷിവര്യമായ രാജ്യം എത്തിക്കുക എന്നുള്ള ദൗത്യത്തിലേക്കാണ് പോകുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തനം. 2028 മഹാകുംഭമേളയ്ക്ക് വിപുലമായൊരു ആസൂത്രണ കമ്മിറ്റി എടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു ആത്മവിശ്വാസം ഇതിൻ്റെ സംഘാടകർക്ക് തോന്നിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആനന്ദവനം ഭാരതി അവർക്ക് തോന്നിയിട്ടുണ്ട്. നല്ല രീതിയിൽ പൗരപ്രമുഖരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല രീതിയിൽ 2028 പ്രയാഗ് പോലത്തൊരു മഹാകുംഭമേളയായിരിക്കും തിരുനാവായിൽ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ നടയിൽ അരങ്ങേറുന്നത്. കേരളം എല്ലാ നാനാജാതി മതസ്ഥരുടെയും ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി, ദൈവത്തിൻ്റെ ആ ടൂറിസം വാക്യത്തിലുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന രീതിയിൽ കേരളത്തെ മാറ്റിയെടുക്കുവാൻ ഈ ഒരു കുംഭമേള കൊണ്ട് നമുക്ക് സംഘാടകർക്ക് ഒരു മാതൃക ഇവിടുത്തെ ഭരണവർഗത്തിനും എതിർത്തവർക്കും കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.